Good morning, students. Hope you all are fine. So what we have seen in the next class, the previous classes about data. Okay, when we collect data, some data may miss. So what to do if there are any missing data? And what are the techniques used to overcome it? So in the last class, we have seen about all those things. So we will move on with the today's class, social networking analysis. Okay, so far we have seen the analysis used in business firms or organizations or in the industries. അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ മുഴുവൻ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡാറ്റാനെ കുറിച്ചിട്ടും അതിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഇറ്റ് ഇൻ ടു എ ഇൻഫർമേഷൻ, യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാം? ഇറ്റ് വിൽ ലീഡ് അസ് ടു ഗെറ്റ് സം നോളജ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നോളജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദി കമ്പനി ക്യാൻ ടേക്ക് ബെറ്റർ ഡിസിഷൻസ്. അങ്ങനെയാണ് അതിൽ സംഭവിക്കാറ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അബൌട്ട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് ആണ്. ഹൗ ദ പീപ്പിൾ, ദ ഫാമിലി, ദി അതർ പീപ്പിൾസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആർ ഗെറ്റിംഗ് ടുഗെദർ. ഓക്കെ, അപ്പോൾ അവർ എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ എന്താണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. സോ അതിന് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ലെറ്റ് us know what is സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്ന് SNA എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ദ ടേം സോഷ്യൽ നെറ്റ്വർക്ക് refers to the expression of social relationship achieved among individuals, families, households, villages, communities, religions, friends, etc. സോ എങ്ങനെയാണ് നമ്മൾ ബിൽട്ടപ്പ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഹൗ വി ആർ എക്സ്പ്രസിങ് സച്ച് റിലേഷൻഷിപ്സ്. സോ ഏത് മീഡിയ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ ആരൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ്, അപ്പോൾ ആ ഒരു നെറ്റ്വർക്കാണ്. സോ എങ്ങനെയാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ നോട്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ എയിം എന്താണെന്നുള്ളത്, എയിം ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് എ കമ്മ്യൂണിറ്റി ബൈ മാപ്പിംഗ് ദ റിലേഷൻഷിപ്സ് ദാറ്റ് കണക്ട് ദം ആസ് എ നെറ്റ്വർക്ക് ആൻഡ് ദെൻ trying to draw out key individuals, groups within the network or the associations between the individuals. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു അവരെ റിലേഷൻഷിപ്സിനെ മനസ്സിലാക്കാനും അതേപോലെ ഒരു മാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇൻവോൾവ്ഡ് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടിയും കൃത്യമായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് കുറച്ചും കൂടിയും കീ ഇൻഡിവിജ്വൽസ് ആരാണ്, ഗ്രൂപ്പ്സ് ആരാണ്, how those groups are connected, how far they are connected എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. And then these social relationships are considered as a graph where the entities form the nodes and the edges are the connections between them. അപ്പോൾ നമ്മളിതിൽ നോഡ് എന്ന് പറയുന്നത് each computer or each device which has been connected is known as node. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള കണക്ഷൻസ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് സോഷ്യൽ റിലേഷൻഷിപ്പിലൂടെ നമുക്കൊന്ന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താനായിട്ട് പറ്റും. സോ അതിന് ആദ്യം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം, അത് ഇൻഫർമേഷനിലേക്ക് ലീഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. ദാറ്റ് ഈസ് ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലൂടെ ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് എന്നുള്ളത്, നോഡ് എവിടെയാണ്, മെഷീൻ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ വേഗം നമുക്ക് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. So in this we are having basic terminology of SNA. So ഇത് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ ദാറ്റ് ഈസ് നെറ്റ്വർക്ക് ടെർമിനോളജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇതിൻ്റെ നെറ്റ്വർക്ക് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു എന്താ പറയുക, ഒരു ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ ആദ്യം വരുന്നത് നമുക്ക് സെൻട്രാലിറ്റി എന്നുള്ളതാണ്. സോ വാട്ട് യു മീൻ ബൈ സെൻട്രാലിറ്റി? ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് dominated by one individual who controls the information and knowledge flow and may become a hub of communication എന്നുള്ള രീതിയിലാണ് നമ്മളിതിൽ വരുന്നത്. അപ്പോൾ സെൻട്രാലിറ്റി എന്ന് പറയുന്നത് ആരാണ് അല്ലെങ്കിൽ ഏത് ഡിവൈസാണ് അവിടെ, ദാറ്റ് ഈസ് ദ മെയിൻ ഡിവൈസായിട്ട് നിൽക്കുന്നത്, വിച്ച് ഈസ് കണക്റ്റഡ്, ആൻഡ് who is dominating it, who is controlling it. അതിലൂടെയാണ് പല ചാനൽസും ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പലതും കണക്റ്റ് ആവുമ്പോൾ ഈ ഡോമിനേറ്റിംഗ് അല്ലെങ്കിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുന്നത് സെൻട്രൽ ഡിവൈസായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതർ നോഡ്സ് അല്ലെങ്കിൽ അതർ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ദി സെൻട്രൽ ഡിവൈസ്. മനസ്സിലാവുന്നുണ്ട്? അതാണ് സെൻട്രാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ +1 +2 നെറ്റ്വർക്ക് ടെർമിനോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നെറ്റ്വർക്ക് ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് നമ്മൾ പലപ്പോഴും പല ഡിവൈസസും, ഒരു കമ്പ്യൂട്ടർ ചിലപ്പോൾ ഒരു ചെറിയൊരു ഓഫീസ് റൂമുണ്ട്, 3-4 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ 3-4 കമ്പ്യൂട്ടേഴ്സും കണക്റ്റഡ് ടു 1 പ്രിൻ്റർ ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ട്? ഈ 4 കമ്പ്യൂട്ടറും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് ഒരു പ്രിൻ്ററിലൂടെയാണ്. അപ്പോൾ 4 കമ്പ്യൂട്ടേഴ്സ് അവിടെയുണ്ട്, ഒരു പ്രിൻ്ററുണ്ട്. ഇതൊക്കെ ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആയാൽ മാത്രമാണ്, അല്ലെങ്കിൽ പ്രിൻ്റർ ഏത് കമ്പ്യൂട്ടറിനോട് കണക്റ്റഡ് ആയിരിക്കണോ അതിലേക്ക് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്ററിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ ഏതാണ് അവിടെ സെൻട്രൽ കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്, ഏത് നോഡ്സാണ് അതിലൂടെ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അതായത് എന്താ പറയുക കണക്റ്റ് ചെയ്തേക്കണത്, മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതാണ് സെൻട്രാലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഏത് പോയിൻ്റിൽ നിന്നാണ് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്, ഏതാണ് സെൻട്രൽ കമ്പ്യൂട്ടർ, ഏതാണ് ഡിവൈസസ് അവിടെ കണക്ട് ചെയ്ത് അതൊരു ഹബ്ബായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ. സെക്കൻഡ് വൺ ഈസ് ബിറ്റ്വീൻനെസ്. ബിറ്റ്വീൻനെസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻനെസ് ഓഫ് എ നോഡ് മെഷേഴ്സ് ദ നമ്പർ ഓഫ് പാത്ത് ദാറ്റ് പാസസ് ത്രൂ ഈച്ച് ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ അവിടെയും എത്ര പാത്താണത് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബിറ്റ്വീൻനെസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദിസ് ക്യാൻ ഐഡൻറ്റിഫൈ ദ നോഡ്സ് വിച്ച് ഹാസ് ദി എബിലിറ്റി ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നെറ്റ്വർക്ക്. ദീസ് ക്യാൻ ബി കോൾഡ് ആസ് ദി ഗേറ്റ്വേ നോഡ്സ്. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യാനും അപ്പോൾ ആ നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ വരുന്നത്, ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ ഈസ് ക്ലോസ്നെസ്. Closeness measures the extent to which an individual is near to all other individuals in a network, either directly or indirectly. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ സിസ്റ്റമായിട്ട് ഹൗ ഫാർ ദി അതർ നോഡ്സ് ആർ ഗെറ്റിംഗ് ക്ലോസർ ടു ഇറ്റ്, either directly or indirectly. അതാണ് ക്ലോസ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഈസ് ഫോർത്ത് വൺ ഈസ് ഡിഗ്രി. ഡിഗ്രി ഓഫ് എ നോഡ് സ്പെസിഫൈസ് ദ നമ്പർ ഓഫ് ലിങ്ക്സ് ടു അതർ ഇൻഡിവിജ്വൽസ് ഇൻ ദ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൽ ഡിഗ്രിയിൽ ഉദ്ദേശിക്കുന്നത് എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് അതർ ഇൻഡിവിജ്വൽസായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു നെറ്റ്വർക്കിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ടെർമിനോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പ്യൂട്ടറിലെ എങ്ങനെയാണ് അതർ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അതർ പീപ്പിൾ ആർ ഗെറ്റിംഗ് കണക്റ്റഡ് എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, so now we will see what is the need for social network analysis. എന്തിനാണ് social network analysis? Datas are dealing with ever-growing data sets, and it is need of the hour the capabilities that can help
to filter network information faster and with more efficiency. അപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അതാണ് നമ്മുടെ ബേസായിട്ട് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാക്സിമം കേപ്പബിലിറ്റിയോട് കൂടിയിട്ട് എഫിഷ്യൻസിയോട് കൂടിയിട്ട് അത് കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Users need to quickly identify the crucial individual or group for better optimization. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ വിത്തിൻ ദ ലിമിറ്റഡ് റിസോഴ്സസ് നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയണം. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു എന്താ പറയുക, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈൽ ഫോൺസും ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ ജോബ് എല്ലാം ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെപ്പോഴും 24 hours a day we are connected. ഓക്കെ, അപ്പോൾ പല സമയത്തും നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക നെറ്റ്വർക്ക്സിന് അവർ നമ്മളെ വിളിക്കാറുണ്ട്. നമ്മളെ വിളിച്ച് അവർ ചോദിക്കാറുണ്ട്, ദാറ്റ് ഈസ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് റേഞ്ചിൻ്റെ വല്ല ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ടവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ഡാറ്റ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ, അവർ വാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ ദിവസം തരുന്ന 1 GB 1.5 GB 3 GB അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്കുള്ള നെറ്റ് കണക്ഷനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ ഫാർ വി ആർ യൂസിങ് ഇറ്റ് എന്നുള്ളത് ദേ ആർ മേക്കിംഗ് എ അനാലിസിസ്. ഹൗ ദേ ആർ മേക്കിംഗ് ഇറ്റ് അവർ നമ്മുടെ അടുത്ത് എന്നും ചോദിക്കണ്ട, ഇല്ല, എവറിത്തിങ് ഈസ് റെക്കോർഡഡ്. സോ നമ്മൾ എത്രത്തോളം GB യൂസ് ചെയ്യുന്നുണ്ട്, എത്ര MB ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട്, എത്ര MB ബാക്കിയുണ്ട്, അല്ലെങ്കിൽ എത്ര GB ബാക്കിയുണ്ട്. അപ്പോൾ ചില കമ്പനീസ് എന്താ ചെയ്യുന്നത്, നിങ്ങൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ഡാറ്റ യു ക്യാൻ ക്യാരി ഫോർവേഡ് ഇറ്റ്. ചില കമ്പനീസ് എന്താ ചെയ്യുന്നത്, യു cannot carry forward it. If you are using it completely, it is well and good. If you are not using, that is wasted. ഓക്കെ, അങ്ങനെ ചില കമ്പനീസും നമുക്ക് നെറ്റ്വർക്കിങ്ങിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം, ദാറ്റ് ഈസ് ഇന്ന് ഇവർ കുറേ പേര് ഈ ഒരു കണക്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ അങ്ങനെ അത്രയും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. സോ അവർക്ക് എപ്പോഴും MBയും GBയും ബാക്കിയുണ്ട്. സോ ദേ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദി ഫ്യൂച്ചർ ഓൾസോ. അപ്പോൾ അത് വേസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിമിറ്റ് ഏതിൽ നിൽക്കുകയാണ്, എത്രയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിലൊതുങ്ങി നിൽക്കുകയാണ്. ഇങ്ങനൊരു ഫെസിലിറ്റി അവർ തരാണെന്നുണ്ടെങ്കിൽ ചില ദിവസം നമുക്ക് അഡീഷണൽ വർക്ക് വരാണ്, അല്ലെങ്കിൽ കുറേ നേരം നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂട്ടിലൈസ് ഇറ്റ്. സോ ഇങ്ങനൊരു ഡിസിഷൻ ദ കമ്പനി എടുക്കണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ. സോ ഫോർ വാട്ട് പർപ്പസ് വി ആർ യൂസിങ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ കൊടുക്കുന്ന GBയും MBയും ഒന്നും പോരാ. സോ അവർക്ക് ത്രൂ ഔട്ട് ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ഫ്രീ ഫ്ലോ ഓഫ് ഇൻ്റർനെറ്റ് കണക്ഷൻ അവർക്ക് കിട്ടിയിരിക്കണം. സോ അവർ അതിൻ്റെ ഹയർ തിങ് അല്ലെങ്കിൽ ബിഗർ കാര്യങ്ങളാണ് അവരെപ്പോഴും അവർ കണക്ടിവിറ്റിക്ക് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അനാലിസിസ് തന്നെയാണ്. ഈ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അനാലിസിസ് നടത്തുന്നുണ്ട്. ഇത് ഈ മാസത്തേക്ക് ഇങ്ങനെ മതിയോ, അല്ലെങ്കിൽ അങ്ങനെ മതിയോ, അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമുക്ക് ഉപയോഗമില്ലാത്തത്, അല്ലെങ്കിൽ ഇത് ഉപയോഗം. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന സിമ്പിൾ മാറ്റേഴ്സ് ആയാലും ദാറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ TV കാണുന്നുണ്ടെങ്കിൽ നമ്മൾ TV-യിൽ ഏത് ചാനലാണ് കൂടുതൽ കാണുന്നത്? നമ്മൾ ബാക്കി ഫിലിംസും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് എല്ലാവരും വിക്ടേഴ്സ് ചാനലിൻ്റെ പിന്നാലെയാണ് കുട്ടികളൊക്കെ ഒരുവിധം. ഇനി അതല്ല അത് പ്രൈവറ്റ് സ്കൂൾസ് അല്ലെങ്കിൽ അത് കോളേജസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരവരുടേതായ മൊബൈൽ ഡിവൈസസിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസസിലേക്കോ ലാപ്ടോപ്പിലേക്കോ നമ്മൾ ഡിപ്പെൻഡഡ് ആവുകയാണ്.
മനസ്സിലാവുന്നുണ്ട്. സോ ഹൗ വി ആർ മൂവിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് നടത്താനുള്ള ഒരു ആവശ്യം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെറ്റ്വർക്ക്സ്, അതേപോലെ റിലേഷൻസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ കളക്ടിങ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്, അതിനുള്ള ഡാറ്റ കളക്ഷൻ. ഇനി നമുക്ക് വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഇസ് ബീങ് യൂസ്ഡ് ഇൻ നമ്പർ ഓഫ് ഫീൽഡ്സ്, examining people's acquaintances, affiliations can be valuable in uncovering various patterns, for improved customer targeting, in identifying loyal customers, in fighting terrorist activities by characterizing the network organization, in detecting healthcare fraud by detecting patterns, establishing linkage between individuals, and to connect non-obvious relationships. So, നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിരിക്കാം, ഒരു ലോയൽ കസ്റ്റമേഴ്സിന് സെലക്ട് ചെയ്യാനായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്കിംഗ് ആക്ടിവിറ്റീസ് അതിൻ്റെ കാര്യങ്ങൾക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഫ്രോഡ് തരം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ്, ഇപ്പോൾ ഏകദേശം ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി. മെയിനായിട്ട് എന്തിനുള്ളതായിരുന്നു? നമ്മുടെ ഫാമിലി, friends, village, communities, how they are connected, how they maintain the relationships, what are the devices used for it, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നൗ നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ പർപ്പസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് എന്താണ്? അനാലിസിസ് ഫോർ ക്രിയേറ്റിംഗ് യൂസബിൾ കസ്റ്റമർ ഇൻ്റലിജൻസ്. കസ്റ്റമർ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. 3 major approaches are adopted to observe the social media tools for channel reporting, overview scorecard systems, and predictive analytic techniques. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചാനൽ റിപ്പോർട്ടിങ്ങിനോ അല്ലെങ്കിൽ സ്കോർ കാർഡുകൾക്ക് വേണ്ടിയിട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദാറ്റ് ഈസ് ബിസിനസ് ഫീൽഡിലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് നമുക്ക് നടത്താവുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് ഓർഗനൈസേഷണൽ ചേഞ്ച് വരുമ്പോഴാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് ഇൻ ഓർഗനൈസേഷണൽ ചേഞ്ച്. സോ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു റിവീൽ strategically important networks that can be found on the formal organizational chart. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇറ്റ് സപ്പോസ് ഡിസ്കവറിങ് ദ അണ്ടർലൈയിങ് ഇൻഫോർമൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ SNA നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കതിലുള്ള ദാറ്റ് ഈസ് ഇൻഫോർമൽ സ്ട്രക്ചേഴ്സിലുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് റിലേഷൻഷിപ്സ് വിത്തിൻ ദ നെറ്റ്വർക്ക്സ് ആൻഡ് യൂസിങ് ദ നോളജ് ടു ഇംപ്രൂവ് ദ ബിസിനസ് പെർഫോമൻസ്. സോ ഹൗ എ പേഴ്സൺ ഇസ് കണക്റ്റഡ് ടു ഹിസ് കൊളീഗ്സ് ഓർ വിത്തിൻ ദി ഓർഗനൈസേഷൻ എന്നുള്ളത് മനസ്സിലാക്കാനും ആ ആളിനെ നമുക്ക് മാക്സിമം
ബിസിനസ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് യൂസ് ചെയ്യാം. ഗുഡ് മാനേജേഴ്സ് അണ്ടർസ്റ്റാൻഡ് the role played by these networks and how to use them to maximum advantage. So, ചില ആൾക്കാർക്ക് they are having wide network, അതായത് പല ആൾക്കാരായിട്ട് കണക്ഷൻ ഉള്ളവരായിരിക്കാം. ഓക്കെ, അതായത് എന്താ പറയുക, ഈ കണക്ടിവിറ്റി നമുക്ക് എന്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഈ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കണക്ടിവിറ്റീനെ നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചില ആൾക്കാരെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഇപ്പോൾ എന്താ പറയുക, ഒരു ഗ്രൂപ്പ്, ഒരു ഓർഗനൈസേഷനിൽ പേഴ്സൺ എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഹീ ഈസ് ഹാവിങ് എ കണക്ഷൻ ഓഫ് വൈഡ് നെറ്റ്വർക്ക്. കുറേ പല ഫീൽഡിലുള്ള ആൾക്കാരായിട്ട് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ വ്യക്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആളുടെ കണക്ഷൻ യൂസ് ചെയ്തിട്ട് ബിസിനസ് ഫീൽഡിലേക്ക് എന്തെങ്കിലും പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ how a person behaves in the organization, how a person is connected to the other people എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ടും അതിനനുസരിച്ച് നമുക്ക് കമ്പനിയിൽ ആ വ്യക്തിനെ യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കും. മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ലാർജ് എൻ്റർപ്രൈസസ്, ബിസിനസ് process management through S&A, strategic restructuring by using appropriate S&A. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെയാണ് നിലനിർത്തുന്നത്? ഒരു ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ്, ചില കാര്യങ്ങൾ നമ്മൾ BPO ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ, ഔട്ട്സോഴ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹാപ്പൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബേസായിട്ടുള്ള നെറ്റ്വർക്കിലൂടെയാണ്. അപ്പോൾ ആ ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹെൽത്ത് ബിഹേവിയർ. ദാറ്റ് ഈസ് social networks have a tremendous influence on the health behavior of individuals. The results from social network analysis can be used by the government for designing health plan benefits and to take preventive measures during some disease outbreaks, which we are facing it today. നമ്മളിപ്പോൾ ഒരു വൈറസ് ഔട്ട്ബ്രേക്കിൻ്റെ പിടിയിലാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു വൈറസിനെ കൊണ്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്കോ രണ്ടാൾക്കോ ഉള്ളോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദ ഹോൾ വേൾഡ് വാസ് ദേ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഈ ഒരു അസുഖം എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുണ്ടാവില്ല, നമ്മളെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പതുക്കെ ഇപ്പോൾ ആൾക്കാരെല്ലാവരും ആക്സെപ്റ്റഡായി ടു ലിവ് വിത്ത് കോവിഡ് എന്നുള്ളത്. ഇനി വിത്തൗട്ട് കോവിഡ് വി കനോട്ട് ലിവ് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയാസ് നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന നല്ല നല്ല റിംഗ് ടോണുകളൊക്കെ പോയി. ഇപ്പോൾ എല്ലാവർക്കും ഒരൊറ്റ റിംഗ് ടോണേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ലോക്ക്ഡൗണിലാണോ, നമ്മൾ അൺലോക്ക് പ്രക്രിയയിലാണോ, അത് അതിൻ്റേതായ കാലഘട്ടം അനുസരിച്ച് അവരത് പറഞ്ഞു പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് സിംഗിൾ റിംഗ് ടോൺ മാത്രമാണ്. അപ്പോൾ ഫോൺ നമ്മളെടുത്ത് ലാൻഡ് ലൈൻ ആയാലും മൊബൈൽ ഫോൺ ആയാലും കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഏത് ഡിവൈസ് യൂസ് ചെയ്യണോ നമുക്ക് ഈ മെസ്സേജ് നമുക്ക് അവിടെ കിട്ടും. സോ വാട്ട് വി വാണ്ട് ടു ഡു, വാട്ട് പ്രിക്കോഷൻസ് വി ഹാവ് ടു ടേക്ക്. അപ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഗവൺമെൻറ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ പ്ലാറ്റ്ഫോം തന്നെ ഏതിനു വേണ്ടി യൂസ് ചെയ്യാം, എന്തെങ്കിലും ഡിസീസസ് ഔട്ട്ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അതാണ് ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ TV-യിലായാലും പരസ്യങ്ങളൊക്കെ മാറി. ഈ ലൈസോൾ, ഹാർപിക്,
ഡെറ്റോൾ, ഇതിൻ്റെയൊക്കെ പരസ്യങ്ങളിൽ ഇതുവരെയും നിങ്ങൾ കാണാത്തൊരു സാധനം കയറി വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ മാറിക്കഴിഞ്ഞു. ഈ അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ അവർ എന്ത് ചെയ്തു, കൊറോണയുടെ ഒരു പിക്ചർ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് ഹാർപ്പിക് ആയാലും ലൈസോൾ ആയാലും അല്ലെങ്കിൽ നിമൈലായാലും വാട്ട് ഇറ്റ് ഈസ്, ഏത് ഇതായാലും ഇതും ഇന്ന് എന്താ പറയുക, ഈ എല്ലാ വൈറസസിനെയും കൊല്ലാവുന്ന അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു പ്രോഡക്റ്റാണ് എന്നുള്ളത് രീതിയിലേക്ക് അവരുടെ പരസ്യങ്ങളൊക്കെ അവർ മാറ്റിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനി മുമ്പോട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് മാസ്ക് നമുക്ക് നമ്മുടെ മുഖത്തുനിന്ന് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പതുക്കെ നമുക്ക് ശീലമായി തുടങ്ങി. കുറച്ച് കാലഘട്ടം മുമ്പ് വരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാസ്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ മടിയായിരുന്നു. കൊറോണ വരുന്നേക്കാളും മുമ്പ് ഓൺലി ദ ഏരിയ which are having heavy traffic, പല സ്റ്റേറ്റുകളും കർണാടക, എസ്പെഷ്യലി ബാംഗ്ലൂരു, ചെന്നൈ ഒക്കെ കൊൽക്കത്ത, ഡൽഹി, ഇവിടെയൊക്കെ ശുദ്ധവായു എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. എവ്രിതിങ് വാസ് പൊല്യൂട്ടഡ്, ഓൺലി പൊല്യൂട്ടഡ് എയർ. സോ വെൻ എ പേഴ്സൺ ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ഹിസ് ഹോം, or if the person is moving from one place to another, even though if he is walking also, അവർ എന്ത് യൂസ് ചെയ്യാറുണ്ട്, മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാസ്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, നമുക്ക് പല പൊല്യൂഷൻസിൽ നിന്നും, പല തരത്തിലുള്ള പൊല്യൂഷൻസിൽ നിന്നും നമ്മൾ സേഫ് ഗാർഡ് ചെയ്യാനായിട്ടാണ്. സോ ഇന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും മാസ്ക് ഇട്ടേ പുറത്തിറങ്ങൂ എന്നുള്ളൊരു ശീലത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് നമുക്ക് വന്നതോട് കൂടിയിട്ട് നമ്മളറിയാതെ നമുക്കുണ്ടാവുന്ന പല അലർജി പ്രോബ്ലംസിന് സൊല്യൂഷൻ ആയേക്കാണ്. ദാറ്റ് ഈസ്, നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക് പല തരത്തിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് ഫ്രം അലർജിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കൊക്കെ ദേ ആർ നൗ ലിറ്റിൽ ബിറ്റ് റിലീവ്ഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. സോ എല്ലാം ഫിൽറ്ററായി പുറത്തേക്ക് പോവാണ്. പിന്നെ അതുമാത്രമല്ല കുറേയും കൂടി ഗ്രീനറി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഗ്രീനറി ആക്ടിവേറ്റ് ചെയ്യാൻ ഗ്രീനറി വെക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കുറേ എന്താ പറയുക, എയർ പൊല്യൂഷൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറേ നേരം പുറത്ത് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആവി പിടിക്കാനോ ചൂടുവെള്ളം കുടിക്കാനോ കൈ കഴുകാനോ ഇതൊക്കെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇന്ന് മാറിക്കഴിഞ്ഞു. സാനിറ്റൈസ് ചെയ്യുക, ഇപ്പോൾ എവിടേക്ക് പോകണ്ടെങ്കിലും നമ്മുടെ ബാഗിൽ വേറെ എന്ത് കാര്യം മറന്നാലും സാനിറ്റൈസർ വയ്ക്കാനും, അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷ് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, മാസ്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ കംപ്ലീറ്റ് പാറ്റേൺ തന്നെ നമ്മൾ മാറി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഏതാണോ അതിലൂടെ മാക്സിമം ജനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിക്കോഷൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഏത് നെറ്റ്വർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എങ്ങനെ അറിയാം? ഇതൊക്കെ അറിയാനാണ് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് തന്നെ നമ്മൾ നടത്തുന്നത്. അനാലിസിസിലൂടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ മൊബൈലാണോ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കാണോ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വാട്സാപ്പാണോ യൂസ് ചെയ്യുന്നത്, സോ വിച്ച് സോഷ്യൽ മീഡിയ ഓർ വിച്ച് ഡിവൈസ് യു ആർ യൂസിങ് എന്നുള്ളത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്ത് ബിഹേവിയറിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. സോ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് വേണം? വി നീഡ് സോഫ്റ്റ്വെയർ ടു കംപ്ലീറ്റ് ദ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്. സോഫ്റ്റ്വെയർ പാക്കേജസ് വിൽ ബി നീഡഡ്. അപ്പോൾ ഡാറ്റ കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് അവൈലബിൾ ആണ്. ഡാറ്റ കളക്ഷനാണെന്നുണ്ടെങ്കിൽ, ഡാറ്റ അനാലിസിസിനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഡാറ്റ വിഷ്വലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് സോഫ്റ്റ്വെയർ വേണം.
Okay, next we'll move on to the big data analysis. അപ്പോൾ എന്താണ് ബിഗ് ഡാറ്റ എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. എങ്ങനെയാണ് അത് ബിഗ് ഡാറ്റ ആയിട്ട് മാറുന്നത്? വെൻ വി ആർ കളക്ടിങ് മോർ നമ്പർ ഓഫ് ഡാറ്റാസ്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനീസിൻ്റെയും ഷെയർ വാല്യൂ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് ഇൻഫർമേഷൻസ് നമ്മളതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യണത്, ദാറ്റ് ഈസ് അപ്പോൾ അങ്ങനെ എല്ലാം കണക്റ്റഡ് ആയിട്ട് നമുക്ക് വരുമ്പോൾ ദ ഡാറ്റ ഈസ് ബിഗ് ഡാറ്റ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ കോൺസെപ്റ്റ് ഓഫ് ബിഗ് ഡാറ്റ ഇവോൾവ് ടു ഇൻക്ലൂഡ് നോട്ട് ഓൺലി ദ സൈസ് ഓഫ് ഡാറ്റ സെറ്റ് ബട്ട് ഓൾസോ ദ പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ ലിവറേജിങ് ദ ഡാറ്റ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത്, ഡാറ്റയിൽ നമ്മൾ പറയുന്നത് കുറേ ഡാറ്റ ഉള്ള കാരണം മാത്രമല്ല, അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലും വരുന്ന മാറ്റങ്ങളുണ്ട്, പ്രോസസ്സിങ്ങിൽ വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടിയും നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ബിഗ് ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ആസ് അനലറ്റിക്സ് ആൻഡ് റിസർച്ച് അപ്ലൈ ടു ലാർജ് ഡാറ്റ സെറ്റ്, സയൻറ്റിസ്റ്റ് കെയിം ടു ദി കൺക്ലൂഷൻ ദാറ്റ് മോർ ഇസ് ബെറ്റർ. ഇൻ ദിസ് കേസ്, more data, more analysis and more results. Researchers started to incorporate related data. അപ്പോൾ ഇതിൽ റിസർച്ചേഴ്സ് എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് ഡാറ്റാസിലാണ് അവർ റിസർച്ച് നടത്താനായിട്ട് തുടങ്ങിയത്. അങ്ങനെ വരുമ്പോൾ നമുക്കെല്ലാതും സ്ട്രക്ചേർഡ് ഡാറ്റ തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ അൺസ്ട്രക്ചേർഡ് ഡാറ്റാസ് ആയിരിക്കാം, ആർച്ചിവൽ ഡാറ്റാസ് ആയിരിക്കാം, റിയൽ ടൈം ഡാറ്റാസ് ആയിരിക്കാം, ഇൻടു പ്രോസസ്. അത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ബിക്കംസ് ഇൻടു എ ബിഗ് ഡാറ്റ അനാലിസിസ്. ഓക്കെ, അതാണ് ബിഗ് ഡാറ്റ അനാലിസിസിൻ്റെ കോൺസെപ്റ്റ്. ഇനി നമുക്ക് ബിഗ് ഡാറ്റ അനാലിസിസിൻ്റെ ഡൈമെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് വോള്യൂം, വെറൈറ്റി, വെറാസിറ്റി ആൻഡ് വെലോസിറ്റി. 4 കാര്യങ്ങളാണ് വരുന്നത്. 4 V's ആണ് കേട്ടോ. 4 V's, ദാറ്റ് ഈസ് വോള്യൂം, അതേപോലെ തന്നെ വെറൈറ്റി, വെറാസിറ്റി ആൻഡ് വെലോസിറ്റി. ദിസ് ഡൈമെൻഷൻ റെഫേഴ്സ് ടു ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ. ഏത് വോള്യൂം എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ. ആസ് ബിഗ് ഡാറ്റ ഇസ് ഫ്രീക്വൻ്റ്ലി ഡിഫൈൻ. നമ്മളെപ്പോഴും വോള്യൂം എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ ബിഗ് ഇറ്റ് ഈസ് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഡാറ്റാസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുവോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബിഗ് ഡാറ്റാസ് വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെറൈറ്റി. വെറൈറ്റി റെഫേഴ്സ് ടു ദ increasingly diversified sources and types of data. Okay, data comes in the form of emails, photos, videos, monitoring devices, PDF, audio, ഇതൊക്കെ പല രീതിയിലും നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ വെറൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇമെയിൽ വെറൈറ്റി വരാം, ഓക്കെ, PDF വെറൈറ്റി വരാം. സോ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് വെറൈറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെറും ഇമെയിൽ മാത്രമായിട്ടോ ഫോട്ടോസ് മാത്രമായിട്ടോ ഒന്നല്ല, നമുക്ക് പല ഇൻഫർമേഷൻസും അല്ലെങ്കിൽ പല രീതിയിലും നമുക്ക് വരുന്ന ഡാറ്റാസിനെയാണ് വി കോൾ ഇറ്റ് ആസ് വെറൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് വെറാസിറ്റി. വെറാസിറ്റി എന്ന് പറയുമ്പോൾ ബിഗ് ഡാറ്റ പർപ്പസ് ക്യാൻ ലീഡ് ടു statistical errors and misrepresentation or misinterpretation of the collected information. അപ്പോൾ എപ്പോഴും നമ്മൾ കൃത്യത, അതിനെയാണ് നമ്മൾ വെറാസിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങളിനെ ബേസ് ചെയ്തിട്ട് സം ഇൻഫർമേഷൻ ചിലപ്പോൾ മിസ്റെപ്രസെൻറ്റ് ചെയ്യാം, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് വെറാസിറ്റിയിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുമ്പോൾ big data velocity deals with the accelerating speed at which data flows in from sources like business processes, machines, networks, and human interaction with things like social media sites, mobile devices, etc.
The flow of data is massive and continuous. So ഇവിടെ വരുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡാറ്റാസ് എങ്ങനെയാണ് ദാറ്റ് ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ ആക്സിലറേറ്റിംഗ് സ്പീഡിനെയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് നമുക്ക് ഡൈമെൻഷൻസ് ആയിട്ട് വന്നത്? വോളിയം വരുന്നുണ്ട്, വെറൈറ്റി വരുന്നുണ്ട്, വെറാസിറ്റി വരുന്നുണ്ട്, ആൻഡ് വെലോസിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ബിഗ് ഡാറ്റ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ബിഗ് ഡാറ്റയിൽ വരുന്നത്? ഒന്ന് സ്ട്രക്ചേർഡ് ആണ്, മറ്റൊന്ന് അൺസ്ട്രക്ചേർഡ് ആണ്, പിന്നെ സെമി സ്ട്രക്ചേർഡ് ആണ്. 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സ്ട്രക്ചേർഡ് വരുന്നുണ്ട്, അൺസ്ട്രക്ചേർഡ് വരുന്നുണ്ട്, ആൻഡ് സെമി സ്ട്രക്ചേർഡ് വരുന്നുണ്ട്. സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവൻ അതിലുണ്ടായിരിക്കും. ആ ഒരു കംപ്ലീറ്റ് ഫോം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് സെൻസ് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് ദാറ്റ് ഈസ് എന്തായിട്ട് വരുന്നത്? സ്ട്രക്ചേർഡിൽ വരുന്നത്. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഡാറ്റ വിത്ത് അൺനോൺ ഫോം, നമുക്കറിയാത്തൊരു ഫോമിലാണ് കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അത് അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആണ്. ഓക്കെ, എനി ഡാറ്റ വിത്ത് അൺനോൺ ഫോം ഓർ ദി സ്ട്രക്ചർ ഇസ് നോൺ ആസ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. In addition to the size being huge, unstructured data poses multiple challenges in terms of its processing. ഇപ്പോൾ നമ്മൾ ഹ്യൂജ് ഡാറ്റയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ വരാം, നമ്മൾ ഫേസ് ചെയ്യുന്ന പല ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം, ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതാണ് നമുക്ക് അങ്ങനെ ഈ കോമ്പിനേഷൻസ് സ്ട്രക്ചേർഡ് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആയിട്ട് വരുന്നത്. ഇനി സെമി സ്ട്രക്ചേർഡിൽ വരുന്നത് എന്താണ്? കുറച്ച് സ്ട്രക്ചേർഡും ഉണ്ടായിരിക്കാം, കുറച്ച് അൺസ്ട്രക്ചേർഡും ഉണ്ടായിരിക്കാം. സെമി സ്ട്രക്ചേർഡ് ഡാറ്റ ക്യാൻ കണ്ടെയ്ൻ ബോത്ത് ദ ഫോംസ് ഓഫ് ഡാറ്റ. വി ക്യാൻ സീ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ is structured in form but it is actually not defined എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ സ്ട്രക്ചേർഡ് രൂപത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്കത് അൺസ്ട്രക്ചേർഡ് ഫോം ആയിരിക്കും. നമുക്കൊരു കംപ്ലീറ്റ്നെസ് അതിൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതാണ് സെമി സ്ട്രക്ചേർഡിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ടെക്നോളജീസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് ബിഗ് ഡാറ്റ. എന്താണ് ടെക്നോളജി, എന്തൊക്കെയാണ് നമ്മുടെ ബിഗ് ഡാറ്റയിലുള്ള കോൺസെപ്റ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. Business intelligence, BI. Business intelligence is a set of processes, architectures and technologies that convert raw data into meaningful information. അപ്പോൾ ബിസിനസ് ഇൻ്റലിജൻസിൽ വരുന്നത് പല രീതിയിലുള്ള റോ ഡാറ്റാസിന് നമ്മൾ വി ആർ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു മീനിങ്ഫുൾ ഇൻഫർമേഷൻ ദാറ്റ് ഡ്രൈവ്സ് പ്രോഫിറ്റബിൾ ബിസിനസ് ആക്ഷൻസ്. അപ്പോൾ എന്താ പറയുക, ഒരു മീനിങ്ഫുൾ ഇൻഫർമേഷനായിട്ട് റോ ഡാറ്റാസ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വി ക്യാൻ ടേക്ക് പ്രോംപ്റ്റ് ഡിസിഷൻസ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഡാറ്റ മൈനിങ്. ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് അനോമാലിസ്, പാറ്റേൺസ്, കോറിലേഷൻസ്. അപ്പോൾ എങ്ങനെയാണ് ഓരോ ഡാറ്റ, അതിൻ്റെ പാറ്റേൺ, അതിൻ്റെ കോറിലേഷൻ, അതിൻ്റെ റിഗ്രഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡാറ്റ മൈനിങ്ങിൽ നമുക്ക് വരുന്നത്. തേർഡ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ ഇനി ദ ഡാറ്റ യൂസിങ് അലോഗറിതംസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ സെറ്റ്സ് റിലേറ്റഡ് ടു പോൾസ്, സെൻസസ് ആൻഡ് അതർ സ്റ്റാറ്റിക് ഡാറ്റ സെറ്റ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഐഡിയലി ഡെലിവർ സാമ്പിൾ ഒബ്സർവേഷൻസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും ചില കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. പിന്നെ വരുന്നത് പ്രഡിക്റ്റീവ് അനാലിസിസ് ആണ്. പ്രഡിക്റ്റീവ് അനാലിസിസിൽ ഇസ് ദ യൂസ് ഓഫ് ഡാറ്റ. നമ്മൾ എന്താ പറയുക, ഓരോ സ്റ്റേജിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റനെ റിലേറ്റ് ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു പ്രെഡിക്റ്റ്. Okay, predictive analytics is a category of data analytics aimed at making predictions about future. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളിനെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററീനെ ബേസ് ചെയ്തിട്ടും ഇപ്പോഴത്തെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ,
വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദി കമ്പനി എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഡാറ്റ മോഡലിംഗ്. ലാസ്റ്റ് ടേം ആണ് കോൺസെപ്റ്റ്സ് ഓഫ് ബിഗ് ഡാറ്റയിൽ വരുന്നത്. ഡാറ്റ മോഡലിംഗ് ഈസ് നത്തിങ് ബട്ട് എ പ്രോസസ് ത്രൂ വിച്ച് ഡാറ്റ ഈസ് സ്റ്റോർഡ് സ്ട്രക്ചറലി ഇൻ ദ ഫോർമാറ്റ് ഇൻ എ ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് റോ ഡാറ്റാസ് ആയിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു സ്ട്രക്ചേർഡ് രൂപം കൊടുത്ത് നമ്മളതൊരു ഡാറ്റാബേസ് എന്നുള്ള ഫോർമാറ്റിൽ നമ്മളത് സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ് ഡാറ്റ മോഡലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഹൗ ബിഗ് ഡാറ്റ വർക്ക്സ് എന്നുള്ളത് നോക്കാം. ഒന്ന്, അതിലധികം പോയിൻറ്റ്സുകളൊന്നുമില്ല. ഇറ്റ് ഇൻവോൾവ്സ് 3 കീ ആക്ഷൻസ് ആണ് വരുന്നത്: ഇൻറ്റഗ്രേറ്റ്, മാനേജ് ആൻഡ് അനലൈസ് എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഹൗ ബിഗ് ഡാറ്റ വർക്ക്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റഗ്രേറ്റ്. ഇൻറ്റഗ്രേറ്റിൽ വരുന്നത് എന്താണ്? ബിഗ് ഡാറ്റ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് അൺസ്ട്രക്ചേർഡ് ഓർ സ്ട്രക്ചേർഡ്. സ്ട്രക്ചേർഡ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ഓൾറെഡി മാനേജ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അൺസ്ട്രക്ചേർഡ് ഒരു ഫോമാറ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്കതിൽ സംഭവിക്കാം. ഓക്കെ, ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഈസ് മാനേജ്. ബിഗ് ഡാറ്റ റിക്വയേഴ്സ് സ്റ്റോറേജ്. Storage solution can be in the cloud, on premises or both. Company can store data in any form they want and bring desired processing requirements. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ how we are managing the data എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ how we are storing it for the sometimes it may be used for the ഫ്യൂച്ചർ പർപ്പസ് ഓൾസോ. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അത് ഏത് ഫോർമാറ്റിലാണ്, എങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത്, ഹൗ വി ആർ മാനേജിങ് ഇറ്റ്, ഹൗ വി ആർ സ്റ്റോറിങ് ഇറ്റ് എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ ഈസ് അനലൈസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബിഗ് ഡാറ്റ മെറ്റീരിയലൈസസ് അനലൈസ് ആൻഡ് ആക്ട് അപ്പോൺ ഇറ്റ്. ബിഗ് ഡാറ്റ ഇസ് മോസ്റ്റ് ഓഫൻ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ ഡാറ്റാബേസസ്. ബിഗ് ഡാറ്റ ഒക്കെ നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റാബേസസിൽ തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, and now we will move on with the advantages and disadvantages. Advantages എന്താ വരുന്നത്? improved business processes. Businesses can utilize outside intelligence while taking decisions. Improved customer service, fraud detection, early identification of risk. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട്, കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് യൂസ് ചെയ്യാം, ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസ്ക്, നേരത്തെ തന്നെ നമുക്ക് സംഭവിക്കാൻ പോകുന്ന റിസ്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും അതൊന്നെങ്കിൽ തടയാനായിട്ടും ഒക്കെ നമുക്ക് എന്താ പറയുക കാര്യങ്ങൾ സ്റ്റെപ്സ് എടുക്കാനായിട്ട് സാധിക്കും. So these are the advantages. Now we will see what are the disadvantages of big data എന്നുള്ളത്. ഒന്ന്, ട്രഡീഷണലി സ്റ്റോറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറ്റ് ക്യാൻ കോസ്റ്റ് ലോട്ട് ഓഫ് മണി എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വരുന്നത് ബിഗ് ഡാറ്റ എന്ന് പറയുന്നതിൽ 75% അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. നമുക്കെപ്പോഴും സ്ട്രക്ചേർഡ് ഡാറ്റാനെ കിട്ടണമെന്നില്ല, അതിൽ ഭൂരിഭാഗവും നമുക്കതിൽ കിട്ടുന്നത് അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. ബിഗ് ഡാറ്റ അനാലിസിസ് വയലേറ്റ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈവസി. അവിടെ നമുക്ക് പ്രൈവസി എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളിത് ചിലപ്പോൾ പബ്ലിക് പർപ്പസിനോ എന്തിനു വേണ്ടിയിട്ടും ചിലപ്പോൾ നമ്മളത് യൂസ് ചെയ്യാം. സോ പ്രൈവസി എന്ന് പറയുന്നത് വി കനോട്ട് അപ്ലൈ ഓൺ ഇറ്റ്. It can be used for manipulation of customer records. നമുക്ക് കസ്റ്റമർ റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കാം ചിലപ്പോൾ. ഇറ്റ് മേ ഇൻക്രീസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ചില സമയത്ത് ബിസിനസ് ബിഗ് ഡാറ്റ അനാലിസിസ് ഇസ് നോട്ട് യൂസ്ഫുൾ ഇൻ ഷോർട്ട് റൺ. നമുക്കൊരു ഷോർട്ട് റൺ പീരീഡിലേക്ക് നമുക്കത് ആവശ്യം വരില്ല, ചിലപ്പോൾ ലോങ് റണ്ണിലേക്കായിരിക്കും നമുക്ക് ബിഗ് ഡാറ്റ അനാലിസിസ് നമുക്ക് ആവശ്യം വരാം. ബിഗ് ഡാറ്റ അനാലിസിസ് റിസൾട്ട്സ് ആർ മിസ്ലീഡിങ് സംടൈംസ്. ബിഗ് ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന രീതികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിസ്ലീഡ് ചെയ്തേക്കാം. അത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനെ തന്നെ എന്താ പറയുക കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യാം. സ്പീഡി അപ്ഡേറ്റ്സ് ഇൻ ബിഗ് ഡാറ്റ ക്യാൻ മിസ്മാച്ച് റിയൽ ഫിഗേഴ്സ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരക്കിട്ടിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ഫിഗേഴ്സ് ചില വാല്യൂസ് മിസ്മാച്ച് ചെയ്തേക്കാം.
അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ വലിയ ഡ്രോബാക്സ് എന്നൊന്നും പറയാനില്ല. ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യാം, അല്ലെങ്കിൽ ചില മിസ്സിങ് ഫിഗേഴ്സ് ആയിരിക്കാം, അൺസ്ട്രക്ചേർഡ് ഫോമിലായിരിക്കാം, അതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ കോസ്റ്റ് ലോട്ട് ഓഫ് മണി എന്നുള്ളതായിരിക്കാം. ഇനിയുള്ളത് സം കൺസേൺസ് ഓവർ ബിഗ് ഡാറ്റ എന്നുള്ളതാണ്. എന്താണ് ഇതിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ബിഗ് കൺസേൺസ് എന്ന് പറയാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ there are some consumer rights advocates who point the pervasive and all encompassing influence of these technologies as retailers and online portals exercise extraordinary power over the consumers. കാരണം എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്യാനും വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളിത് ഈ ബിഗ് ഡാറ്റ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ബിഗ് ഡാറ്റയ്ക്ക് ഒരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചില കൺസേൺസ് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ വിൽ വൈൻഡ് അപ്പ് അവർ ടോപ്പിക് ടുഡേ and we will see about the data scientist, role of data scientist in business and society എന്തൊക്കെയാണെന്നുള്ളത് we will see in the next class. Okay, thank you.